അടുത്ത സെക്ഷൻ വോളിയം ഇൻ്റഗ്രൽസ് ആണ്. നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് വോളിയം ഇൻ്റഗ്രൽസിൽ പറയുന്നതെന്ന് നോക്കാം. ദ എലമെൻറ്റ് ഓഫ് വോളിയം ഡി വി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ ആൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ ഓവർ വി ഫൈ ഡി വി ഈസ് എ സ്കെയിലാർ വൈൽ ആൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ ഓവർ വി എ ബാർ ഡി വി ഈസ് എ വെക്റ്റർ. അപ്പം നമ്മുടെ വോളിയം എലമെൻറ്റിനെ നമ്മൾ ഡി വി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ വി ഫൈ ഡി വി ഫൈ സ്കെയിലാർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഇൻ്റഗ്രൽ ഒരു സ്കെയിലാർ ആയിരിക്കും. ഇനി ഒരു വെക്ടറിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് വെക്ടർ ആയിരിക്കും. ടോട്ടൽ മാസ് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വോളിയം വി ഈസ് ഗിവൺ ബൈ. നമുക്കൊരു ഫ്ലൂയിഡ് ഒരു വോളിയത്തിനകത്ത് കണ്ടെയ്ൻ ചെയ്യപ്പെടുന്ന അതായത് ഫ്ലൂയിഡിൻ്റെ വോളിയമാണ് വി, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് റോ എഫ് ആർ. അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ വി റോ എഫ് ആർ ഡി വി ആണ് അതിൻ്റെ ടോട്ടൽ മാസ്. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വോളിയം വി ഈസ് ഗിവൺ ബൈ. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ വി റോ എഫ് ആർ വി ബാർ ഓഫ് ആർ ഡി വി, വേർ വി ബാർ ഓഫ് ആർ ഇസ് ദ വെലോസിറ്റി ഇൻ ദി ഫ്ലൂയിഡ്. Figure. The following figure shows a general volume V containing the origin and bounded by the closed surfaces. ഇപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് ഉണ്ട്, ക്യാപിറ്റൽ എസ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വോളിയമാണ് ക്യാപിറ്റൽ വി. അതിൻ്റെ ഉള്ളിലുള്ളൊരു പോയിൻ്റാണ് ഒ. അതിൻ്റെ സർഫസിലുള്ളൊരു ചെറിയ ഏരിയയാണ് ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിനെ കുറിച്ച് നമ്മൾ പറയും താഴോട്ട് വരുമ്പോൾ. എക്സാമ്പിൾ 1. Find an expression for the angular momentum of a solid body rotating with angular velocity omega about an axis through the origin. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തിൻ്റെയാണ്? ആംഗുലർ വെലോസിറ്റി ഒമേഗ ഉള്ള ഒരു സോളിഡ് ബോഡി ഉണ്ട്. അത് ഒറിജിനിലൂടെ ഉള്ള ഒരു ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കൺസിഡർ എ സ്മോൾ വോളിയം എലമെൻറ്റ് ഡി വി സിറ്റുവേറ്റഡ് അറ്റ് പൊസിഷൻ ആർ ബാർ. അപ്പോൾ അതിന് നമ്മൾ ഒരു വോളിയം എലമെൻറ്റ് ഡി വി കൺസിഡർ ചെയ്യുകയാണ്. അത് ആർ ഡിസ്റ്റൻസിലാണ് അറ്റ് പൊസിഷൻ ആർ. നമ്മുടെ ഫിഗറിൽ കണ്ടില്ലേ ആർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇപ്പോൾ റോ ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം നമുക്ക് കിട്ടുന്ന മാസാണ്, ഇൻറ്റു ആർ ബാർ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, വേർ റോ ഈക്വൽ ടു റോ എഫ് ആർ ഇസ് ദ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം എബൌട്ട് ഒ ഈസ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല ആർ ക്രോസ് റോ ഇൻറ്റു ആർ ഡോട്ട് ഡി വി ആണ്. ദസ് ഫോർ ദി ഹോൾ ബോഡി ദ ആംഗുലർ മൊമെൻറ്റ് എൽ ഈസ്. ഹോൾ ബോഡിക്ക് ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ വി ആർ ക്രോസ് ആർ ഡോട്ട് ഇൻറ്റു റൂട്ട് ഡി വി. പുട്ടിങ് ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. വി ഗെറ്റ് എൽ ബാർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ക്രോസ് ബി ക്രോസ് സി കണ്ടുപിടിക്കുന്നത് എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി ആണ്. അപ്പോൾ അങ്ങനെ എഴുതി ഇൻറ്റു റോ ഡി വി ഈക്വൽ ടു ആർ ഡോട്ട് ആർ എന്താ നോം ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഇൻറ്റു റോ ഡി വി മൈനസ് ഇൻ്റഗ്രൽ ഓവർ വി ആർ ഡോട്ട് ഒമേഗ ആർ ബാർ റോ ഡി വി. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഇനി വേറൊരു കാര്യം, ഇൻ്റഗ്രൽ ഓവർ വി എ ബാർ ഡി വി ഈക്വൽ ടു ഈ എ ബാറിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യും. കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനെ പ്രത്യേകം ആഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. എക്സ് എ വി ആൻഡ് എ ഇസഡ് ആർ ദി കാർട്ടീഷ്യൻ കമ്പോണൻറ്റ്സ് ഓഫ് എ ബാർ. Volumes of three-dimensional regions. We can calculate the volume of a three-dimensional region V simply as V is equal to integral over V dV. ഒരു ത്രീ-ഡയമെൻഷണൽ റീജിയൻ വി ഉണ്ട്. നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഓവർ വി ഡി വി ആണ്. ദ വോളിയം ഓഫ് ദ റീജിയൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സർഫസസ് ദാറ്റ് ബൗണ്ട്സ് ഇറ്റ്. അപ്പം ഒരു എന്താണ് ആ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഒരു ഏത് സർഫസിൻ്റെ വോളിയമാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വോളിയം. അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് സർഫസ് ഇൻ്റഗ്രൽ കാണിക്കാൻ പോവാണ്. വോളിയത്തിനെ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ടേംസിൽ. റിഫറിങ് ടു ഫിഗർ 1, സപ്പോസ് ദാറ്റ് ദ ഒറിജിൻ ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ വി. അപ്പം നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടു. ആ ഫിഗറിനകത്തിൽ പോലെ തന്നെ ഒറിജിൻ
വിക്കുള്ളിലാണെന്ന് വിചാരിക്കുക. വോളിയം ഓഫ് സ്മോൾ ഷെയ്ഡഡ് കോൺ, നേരത്തെ കണ്ട ആ കോണില്ലേ, ഇപ്പോൾ ഏതൊരു സോളിഡിൻ്റെ ആയാലും നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഏതൊരു കോണും ഒരു സിലിണ്ടറിൻ്റെ പാർട്ടാണെന്ന് അറിയാമല്ലോ, ആ സിലിണ്ടറിൻ്റെ വോളിയം ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് ഈ കോണിൻ്റെ എങ്ങനെ കിട്ടും, അതിൻ്റെ 1/3 എടുത്താൽ മതി. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 1/3 ഇൻറ്റു ആർ ഡോട്ട് ഡി എസ് എന്ന് കിട്ടി. ആർ ഡോട്ട് ഡി എസ് എങ്ങനെ വന്നത്, ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഏരിയ ആണ്, ആ കോണിൻ്റെ ആർ ഹൈറ്റ്. അങ്ങനെ 1/3 ഇൻറ്റു ആർ ഡോട്ട് ഡി എസ്. Therefore the total volume of the region is given by, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 1/s ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ടോട്ടൽ വോളിയമാണ്. ദിസ് എക്സ്പ്രഷൻ ഈസ് വാലിഡ് ഈവൻ വെൻ നോയ്സ്. അപ്പോൾ ഈ വീൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെടുത്തത്. ഇനി വീൻ്റെ ഉള്ളിലല്ലെങ്കിലും ഈ എക്സ്പ്രഷൻ വാലിഡാണ്. ഫോർ ദ വോളിയം എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എ സ്ഫിയർ ഓഫ് റേഡിയസ് എ സെൻറ്റേഡ് ഓൺ ദി ഒറിജിൻ ആൻഡ് എ സർക്കുലർ കോൺ ഓഫ് ഹാഫ് ആംഗിൾ ആൽഫ വിത്ത് ഇറ്റ്സ് വെർട്ടെക്സ് അറ്റ് ദി ഒറിജിൻ. നമുക്കൊരു സ്ഫിയർ ഉണ്ട്. നേരത്തെ പറഞ്ഞ സർഫസിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ സ്ഫിയറാണ്. നേരത്തെ ഇരുന്ന പോലെ തന്നെ ഒരു കോൺ അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. അതിൻ്റെ വെർട്ടെക്സ് ഒറിജിനിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഹാഫ് ആംഗിൾ ആൽഫയാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. എലമെൻറ്റ് ഓഫ് വെക്ടർ ഏരിയ ഡി എസ് ബാർ ഓൺ ദി സർഫസ് ഓഫ് ദ സ്ഫിയർ ഈസ് ഗിവൺ ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ബൈ, ഇപ്പം ഡി എസ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഫിയറിൻ്റെ a² sin θ d θ d ആർ ബാറാണ്. ആർ ബാർ എന്ന് എഴുതുക, ഏതെങ്കിലും ആർ ക്യാപ്പ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ബാറും ക്യാപ്പും കൂടെ ഒരുമിച്ച് വേണ്ടെങ്കിൽ എഴുതിയതിനകത്ത് മിസ്റ്റേക്ക് വന്നതാണ്. ആർ ക്യാപ്പ്. നൗ ടേക്കിംഗ് ദി axis of the cone to lie along the z-axis from which theta is measured. അപ്പോൾ നമുക്ക് ഈ കോണിൻ്റെ ഹാഫ് ആംഗിൾ ആണ് നമുക്ക് എന്തെന്ന് തന്നിരിക്കുന്നത്. ഹാഫ് ആംഗിൾ നമുക്ക് ആൽഫ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ z-ആക്സിസിലൂടെ എടുക്കുകയാണ്. നമ്മുടെ കോൺ z-ആക്സിലൂടെ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. റിക്വയർഡ് വോളിയം ഈക്വൽ 1/3 ഇൻ്റഗ്രൽ ഓവർ ആർ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/3 ഇൻ്റഗ്രൽ 0 to 2π d∅ ഇൻ്റഗ്രൽ 0 to π a² sin θ ആർ ഡോട്ട് ആർ ക്യാപ്പ് ഡി തീറ്റ, ആർ ക്യാപ്പ് എന്നാക്കണേ, ഈക്വൽ ടു 1/3 ഇൻ്റഗ്രൽ 0 to 2π d∅ ഇൻ്റഗ്രൽ 0 to ആൽഫ a³ sin θ d തീറ്റ ഈക്വൽ ടു 1/3 a³ ഇൻറ്റു. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് നമുക്ക് എങ്ങനെയാണ് ഈ ഇതൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൽക്കാലം ഈ ഇൻ്റഗ്രൽ ഞാനങ്ങ് പറയാം, എന്നിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം 1/3 a³ ഇൻ്റഗ്രൽ 0 to 2π എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ഫിയർ അല്ലേ. അപ്പോൾ അതിൽ ഫൈ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 2π വരെ മൊത്തത്തിൽ. ഫൈ അളക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ആംഗിളാണ് പൈ. പിന്നെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആൽഫ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് അളക്കുന്നത്. അപ്പം 1/3 സ്ഫിയർ ആകുമ്പോൾ 0 to തീറ്റ 0 to 2π വരെ ആവുകയും ചെയ്യും. മറ്റത് വെർട്ടിക്കലായിട്ട് അളക്കുന്നത് പൈ വരെ ആവുകയും ചെയ്യും. ഈക്വൽ ടു 1/3 ഇൻ്റഗ്രൽ 0 to 2π d∅ ഇൻ്റഗ്രൽ 0 to ആൽഫ a³ sin θ d തീറ്റ. ഇത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളാവേ. 1/3 a³ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π d∅ ഇൻറ്റു മൈനസ് കോസ് θ 0 to ആൽഫ. ഇനി ജസ്റ്റ് ഇൻ്റഗ്രൽ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ഞാൻ 1-2 സ്റ്റെപ്പുകൾ അങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ സർഫസസ് ഹാസ് ഇക്വേഷൻ f of x is equal to 0, then the unit normal at any point of the surface is given by, ഇപ്പോൾ f is equal to 0 എന്ന് പറയുന്ന സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നോർമൽ അറ്റ് എനി പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് ∇f ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ ഉള്ള ചാപ്റ്ററിൽ. ഇഫ് ക്യാപിറ്റൽ ഡിനോട്ട് എ സർഫസ് സ്ഫിയറിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞ സ്ഫിയറാണ്. ദെൻ വെക്റ്റർ ആർ ക്യാപ്പ് ഡിനോട്ട് ദി യൂണിറ്റ് നോർമൽ വെക്റ്റർ അറ്റ് എനി പോയിൻ്റ്. ഓക്കെ, ഇവിടെ അത് ആർ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ∇f by non ∇f.
കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുതി. വി ഹാവ് ദ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് എ സ്ഫിയർ ഗിവൺ ബൈ ഒരു സ്ഫിയറിൻ്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റിലുള്ള റെപ്രസെൻറ്റേഷനാണ് എഴുതിയിരിക്കുന്നത്. പഠിച്ചു വെക്കേണ്ടതാണ് ഇത്. വെക്ടർ ആർ ഈക്വൽ ടു ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തു. ആർ ഡോട്ട് ആർ ക്യാപ്പ് എടുത്തു. എന്നിട്ട് കോമൺ ആയിട്ട് എടുക്കുന്നു. ലാസ്റ്റ് ആർ സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ഓൺ സർഫസ് ഓഫ് ദി സ്ഫിയർ ആർ ഈക്വൽ ടു എ ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആർ ഈക്വൽ ടു എ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എ സ്ക്വയർ ബൈ എ ഈക്വൽ ടു എ എന്ന് കിട്ടും. അങ്ങനെയാണ് അവിടെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതിനകത്ത് ഈ ആർ ഡോട്ട് ആർ ക്യാപ്പിന് എ എന്ന് കൊടുത്തത്. ഇൻ്റഗ്രൽ ഫോംസ് ഫോർ ഗ്രേഡ്, ഡൈവ് ആൻഡ് കേൾ. ഇഫ് phi is a scalar field and a bar is a vector field, then at any point P del phi limit v tends to 0 and 1 by v integral over s phi ds del dot a bar limit v tends to 0 1 by v integral over s a bar dot ds del cross a limit v tends to 0 1 by v integral over s ds cross a bar, where v is a small volume enclosing P and S is its boundary surface. This equation may be considered as the geometrical definition of grade, dive and curl. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ.